ഇന്ന് നമുക്കിവിടെ പിസ്സ ഉണ്ടാക്കാം. അതിന് ആദ്യം നമുക്ക് പിസ്സ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് വാം വാട്ടർ. നമ്മൾ പഞ്ചസാരയും ഈസ്റ്റും വാം വാട്ടറിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റോളം പൊങ്ങാൻ വയ്ക്കാം. നമുക്ക് ബേസിനുള്ള മൈദ എടുക്കാം. അതിലേക്ക് 2 കപ്പ് മൈദയിൽ ഞാനൊരു 1/4 കപ്പ് ബ്രെഡ് ക്രംസ് ഇടുന്നുണ്ട്. അത് ബ്രെഡ് പൊടിച്ചിട്ടെടുത്താലും മതി. ഒറിഗാനോ ഓപ്ഷണലാണ്. ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. ഓയിൽ 1 ടേബിൾ സ്പൂൺ. ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊങ്ങിയ ഈസ്റ്റ് അതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നന്നായി കൈ കൊണ്ട് കുഴച്ചെടുക്കണം. ഇത് ഞാനിപ്പോൾ നന്നായി കുഴച്ച് വെച്ചത് 2 ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഞാൻ 2 പിസ്സ ഉണ്ടാക്കാനുള്ള ബേസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെറുതും വലുതൊക്കെ ആക്കിയെടുക്കാം. ഓരോന്നും നന്നായി ഉരുട്ടി റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ബൗളിലേക്ക് വെച്ച് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ തടവിയിട്ട് നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കാം. ക്ലിം റാപ്പ് ഇട്ട് കവർ ചെയ്താലും മതി. 2 മണിക്കൂറോളം ഒന്ന് പൊങ്ങാൻ വയ്ക്കാം. 1/4 കിലോ ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 നുള്ള്, ജീരകപ്പൊടി 1 നുള്ള്, ഉലുവപ്പൊടി 1 നുള്ള്, പാപ്രിക്ക പൗഡർ 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗാർലിക് പൗഡർ 1 പിഞ്ച്. ഇതെല്ലാം കൂടി ഈ ചിക്കനിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തന്തൂരി മസാല ആഡ് ചെയ്താലും മതി. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. തന്തൂരി മസാലയുടെ ഒരു മിക്സ് പോലെ ഉണ്ടാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നമുക്കിത് വെള്ളം ഒഴിക്കാണ്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിന്നൊരു ബോളെടുത്ത് നന്നായി ഉരുട്ടിയിട്ട് പൊടിയിൽ വെച്ച് നമുക്ക് പതുക്കെ ഒന്ന് പരത്തിയിട്ട് അരികൊന്ന് അമർത്തിയിട്ടൊന്ന് ക്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് തിരിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അരിക അമർത്തി കൊടുക്കാം. ഇനി നല്ല തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ നല്ല തിന്നായിട്ടാണ് ഇവിടെ പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം. ഇതിങ്ങനെ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. അതിന് 1/4 ടീസ്പൂൺ ഒറിഗാനോ, ഒരു 2 ഗാർലിക് ചോപ്പ് ചെയ്തത്, ടൊമാറ്റോ കെച്ചപ്പ് ഒരു 1/4 കപ്പ്,
ഇത് എളുപ്പത്തിലുള്ളൊരു സോസ് ഉണ്ടാക്കുന്നതാണ് ഞാൻ. പാനിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. സോസും പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിനൊരു എളുപ്പത്തിലുള്ള സോസാണ് കാണിക്കുന്നത്. ഇത് ബേസിൻ്റെ മീതെ നമുക്ക് തേച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫില്ലിങ്ങിന് ഒണിയൻ റിങ്സും ക്യാപ്സിക്കും ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഞാൻ ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പിസ്സ വെച്ച് കൊടുക്കാം. ഇത് ഓരോരുത്തരും ഓവൻ്റെ ചൂടിനനുസരിച്ച് ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനൊരു 15 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. അപ്പം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്.